ഹലോ, ഇന്നൊരു മട്ടൻ കറിയുടെ റെസിപ്പി കാണാം. ഇന്നത്തെ കുക്ക് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മട്ടനെ ഒരു 6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് ഒരല്പം നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴണ്ടി വന്ന മിക്സിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടാനായിട്ടാണ് കേട്ടോ കാശ്മീർ ചില്ലി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സായി വരുമ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മട്ടൺ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടൺ ആഡ് ചെയ്തതിൻ്റെ കൂടെ ഞാനൊരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 ഭാഗം ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഒരു പിടി മല്ലിയില ഇട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി കുറുകിയ മട്ടൻ കറി ഇവിടെ റെഡിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.